പലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസിനെ മുച്ചൂടും മുടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവരാണ് മൊസാദും ഇസ്രായേലും അവർക്ക് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും. എന്നാൽ ആ മൊസാദിന് തന്നെ ഇപ്പോൾ ഒരു കാര്യം സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. യൂറോപ്പിലുടനീളം ഹമാസ് പ്രവർത്തന ശൃംഖല വളർത്തിയെടുക്കുന്നുണ്ടെന്നും രഹസ്യ സെല്ലുകൾ വഴി പ്രവർത്തിക്കുന്നുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ്. യൂറോപ്യൻ സുരക്ഷാ ഏജൻസികളുടെ സഹകരണത്താൽ ആയുധങ്ങൾ കണ്ടെത്താനും സംശയിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാനും ആസൂത്രിതമായ ആക്രമണങ്ങൾ തടയാനും സാധിച്ചെന്നും മൊസാദ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജൂത സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനകൾ തകർക്കാൻ യൂറോപ്യൻ പങ്കാളികൾ സഹായിച്ചതായി പ്രസ്താവനയിൽ എടുത്തു പറയുകയും ചെയ്തു. ജർമ്മനി, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സംയുക്ത നടപടികളുടെ ഫലമായി നിരവധി സംശയിക്കപ്പെടുന്നവരെ കസ്റ്റഡിയിലെടുക്കുകയും സാധാരണക്കാർക്കെതിരെ ആക്രമണത്തിന് ഉപയോഗിക്കാൻ തയ്യാറാക്കിയ ആയുധശേഖരങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ വിയന്നയിൽ വെച്ചാണ് അന്വേഷകർ ചൂണ്ടിക്കാണിച്ച പ്രധാന കണ്ടെത്തലുകൾ ഉണ്ടായതെന്നുമാണ് അവർ പറയുന്നത്. ഓസ്ട്രിയയുടെ DSN സുരക്ഷാ സേവനം കൈത്തോക്കുകളും സ്ഫോടക വസ്തുക്കളും അടങ്ങിയ ഒരു ആയുധശേഖരം കണ്ടെത്തി. ആയുധശേഖരത്തിന് ഹമാസ് നേതാവ് മുഹമ്മദ് നയീമുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി. ഹമാസ് രാഷ്ട്രീയ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ബാസെം നയീമിൻ്റെ മകനും ഗാസയിലെ മുതിർന്ന ഹമാസ് നേതാവുമായ ഖലീൽ അൽ ഹയ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളുമാണ് മുഹമ്മദ് നയീം. വിദേശത്തുള്ള ഹമാസ് നേതൃത്വം ഈ ശ്രമങ്ങൾക്ക് രഹസ്യമായി സൗകര്യമൊരുക്കുകയാണെന്ന് മൊസാദ് ആരോപിക്കുന്നുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഖത്തറിലെ സംഘടനയുടെ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം ഇതാദ്യമായല്ല വെളിപ്പെടുന്നതെന്നും മൊസാദ് വ്യക്തമാക്കുന്നു. സെപ്റ്റംബറിൽ ഖത്തറിൽ വെച്ച് മുഹമ്മദ് നയീമും പിതാവും തമ്മിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയും ഏജൻസി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹമാസിൻ്റെ ആസ്ഥാനമായി വളരെക്കാലമായി പ്രവർത്തിക്കുന്ന തുർക്കിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളിലും അന്വേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. നവംബറിൽ ബുർഹാൻ അൽ ബാദിബിലെ ജർമ്മൻ അധികൃതർ അടുത്തിടെ അറസ്റ്റ് ചെയ്തുവെന്നും മൊസാദ് വ്യക്തമാക്കുന്നു. യൂറോപ്യൻ ഇൻ്റലിജൻസ് സേവനങ്ങൾ നേരിട്ടുള്ള സുരക്ഷാ ഇടപെടലുകൾക്കപ്പുറം അവരുടെ നടപടികൾ വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും ജർമ്മനി ഹമാസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനോ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനോ സഹായിക്കുന്നതായി സംശയിക്കപ്പെടുന്ന ചാരിറ്റികളെയും മതസ്ഥാപനങ്ങളെയും ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നാണ് മൊസാദ് പറയുന്നത്. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിന് ശേഷം ഇറാനും അതിൻ്റെ പ്രോക്സികളും ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾക്ക് സമാനമായ രീതിയിൽ ഹമാസ് വിദേശ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തിയെന്നാണ് മൊസാദ് വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കുട്ടികളടക്കം 24 പലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. 87 പേർക്കാണ് പരിക്കേറ്റത്. വടക്കൻ ഗാസ നഗരത്തിലെ ഒരു കാറിന് നേരെയാണ് ആദ്യം ആക്രമണം നടന്നതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പിന്നാലെ മധ്യ ഡെയർ എൽ ബാലയിലും സുറൈത്ത് അഭയാർത്ഥി ക്യാമ്പിലും ആക്രമണം നടത്തുകയായിരുന്നു. ഗാസ സിറ്റിയിൽ നടന്ന വ്യോമാക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡെയർ എൽ ബലായിലെ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന കരാർ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കുറഞ്ഞത് 497 തവണയെങ്കിലും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടുണ്ടെന്ന് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നുണ്ട്. ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 342 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഹമാസ് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിന് ശേഷമാണ് തിരിച്ച് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തെക്കുറിച്ച് ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേൽ കരാർ ലംഘിക്കുന്നുണ്ടെന്നും മധ്യസ്ഥത വഹിച്ച അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവർ ഇടപെടണമെന്നുമാണ് ഹമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.